الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ. എല്ലാ യഹൂദി നസ്വാറാക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ വാഖിഅയിലെ ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം വഅൻതും ഹീനൈദിൻ തൻളുറൂൻ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇന്ന് തുടങ്ങി വെച്ച ഒരു ഹദീസ്, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഒരു ഹദീസ്. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഖൂലുല്ലാഹു ലി മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്താകുന്ന അസ്രായിൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയും, ഇൻതലിഖ് ഇലാ വലിയിൻ ഫഅ്തിനി ബിഹി ഫഇന്നി ഖദ് ജറബ്തുഹു ബിസ്സറാഇ വല്ലറാഇ, ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സ്വാലിഹിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം. അയാൾ നല്ലോണമാണ് പരിശോധിച്ചത്. അയാളെ രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാത്തിലും, അയാളെ ഗുട്ടിലും അയാളുടെ പരസ്യമായ വിഷയം എല്ലാത്തിനും അയാൾ പരിശോധിച്ച് നോക്കിയപ്പോ എനിക്ക് അയാളെ കണ്ടത് നല്ല ഒരു മുത്തഖിയായ, എന്നെ പേടിച്ച് എന്നെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഫഅ്തിനി, നീ എന്താക്കണു, അയാളെയുമായിട്ട് പോയിട്ട് അയാളെ റൂഹിനെ എന്താക്കും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അയാളെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അയാളെ ആത്മാവിനെ എന്താ കൊണ്ടുപോകുന്നു. എന്നിനി ദുനിയാവിന്റെ എല്ലാ ഗമ്മ്, ദുനിയാവിന്റെ എല്ലാ ടെൻഷൻ, ദുനിയാവിന്റെ എല്ലാ ബേജാറും തീർത്തിട്ട് നല്ല ഒരു സന്തോഷത്തിന്റെ ജീവിതം അയാൾക്ക് കൊടുക്കണം. ഇനിയുള്ള ജീവിതത്തിൽ അയാൾക്ക് ടെൻഷൻ ഇല്ല, നിസ്കരിക്കണമെന്നില്ല, രോഗമില്ല, ഒന്നുമില്ല. നല്ല സ്വർഗീയ ആനന്ദവുമായിട്ട് എന്താക്കാം, അയാൾക്ക് ജീവിക്കാം. അതുകൊണ്ട് അയാളെ റൂഹിനെ എന്താക്കും, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഫയൻതലിഖു ഇലൈഹി മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്താകുന്ന അസ്രായിൽ അലൈഹിസ്സലാം ആ മനുഷ്യന്റെ ആ ആത്മാവ്, ആ പരിശുദ്ധനായ ആ മനുഷ്യന്റെ അടുത്തേക്ക് അസ്രായിൽ അലൈഹിസ്സലാം പോകും. വമഅഹു, അസ്രായിൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടാകും 500ഓളം മലായികങ്ങൾ. 500ഓളം റഹ്മത്തിന്റെ മലായികങ്ങൾ അസ്രായിൽ അലൈഹിസ്സലാമിനെ ഒട്ടിക്കൂ. എന്നിട്ട് ഞങ്ങളെ കയ്യിലെന്തുണ്ട്, സ്വർഗത്തിന്റെ കഫം പൊട അവരെ കയ്യിൽ ഉണ്ടാകും, സ്വർഗത്തിന്റെ സുഗന്ധം അവരെ കയ്യിൽ ഉണ്ടാകും, റൈഹാൻ എന്ന സ്വർഗീയ പുഷ്പങ്ങള്, പൂവുകള് അവരെ കൈകൾ ഉണ്ടാകും. എത്രയോ പൂവുകൾ ഉണ്ടാകും, അതിന്റെ നിറങ്ങള് വേറെ വേറെയായിരിക്കും, അതിന്റെ സ്മെല്ല് വേറെ വേറെയായിരിക്കും. അതേപോലെ അവരുടെ കൂട്ടത്തിൽ അവരെ കയ്യിൽ, ആ മലക്കുള്ള കയ്യിൽ സ്വർഗീയ പട്ട്, വെളുത്ത പട്ടുവസ്ത്രം ഉണ്ടാകും. ഇത് മുഅ്മിനായ ഒരു മനുഷ്യനിക്ക് റൂഹ് പിടിക്കാൻ പോകുന്ന സമയത്തുള്ള വിഷയമാണ് പറയുന്നത്. മുഅ്മിനായ ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് അസ്രായിൽ അലൈഹിസ്സലാമും കൂടെ ഉണ്ടാകുന്ന മലക്കുകളും അവരെ കയ്യിൽ സ്വർഗീയ വെളുത്ത പട്ടുവസ്ത്രങ്ങളും മിസ്കും എല്ലാം ഉണ്ടാകും. എന്നിട്ട് ഫയജ്ലിസു മലക്കുൽ മൗത്ത് ഇൻദ റഅസിഹി, ആ മരിക്കാൻ പോകുന്ന ആ മുഅ്മിനായ മനുഷ്യന്റെ അടുത്ത് മലക്കുൽ മൗത്ത് എന്താക്കും, ഇരിക്കും. അതേപോലെ കൂടെയുള്ള മലായികകൾ ഉണ്ടാകും. അവർക്കുള്ള കൈകളെല്ലാം ആ മനുഷ്യന്റെ ശരീരത്തിൽ എന്താക്കും, തടിയിൽ എന്താക്കും, വെക്കും മലായികകൾ. എന്നിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ വെളുത്ത മിസ്കിന്റെ സുഗന്ധമുള്ള ആ വെളുത്ത പട്ടുവസ്ത്രം അവിടെ വിരിക്കും. എന്നിട്ട് ആ റൂഹിനെ എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ പുതഞ്ഞു വെക്കും. വയുഫ്തഹു ലഹു ബാബുൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വാതിൽ എന്താക്കും, തുറക്കും. എന്നിട്ട് നീണ്ട ഹദീസാണ്, വയഖൂലു മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്താകുന്ന അസ്രായിൽ അലൈഹിസ്സലാം ആ റൂഹിനോട്, ആ മനുഷ്യനോട് പറയും, അഖ്രിജി അയ്യത്തുഹ റൂഹു ത്വയ്യിബ, ഓ പരിശുദ്ധമായ റൂഹെ, നീ പുറത്തു ബാ, നിന്റെ ശരീരത്തിനിട്ട്, നിന്റെ ബോഡിയിൽ നിന്നിട്ട് നീ പുറത്തു ബാ എന്ന് ആ മലക്ക് അസ്രായിൽ അലൈഹിസ്സലാമും കൂട്ടരും
ആ ആത്മാവിനോട്, ആ റൂഹിനോട് പറയുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആത്മാവിനോട് എന്താക്കും? ആ റൂഹിനോട് മലക്കാകുന്ന അസ്രായിൽ അലൈഹിസ്സലാം, അതേപോലെ കൂടെയുള്ള മലക്കുകൾ പറയും, അയ്യത്തുഹ റൂഹു ത്വയ്യിബ, ഓ പരിശുദ്ധമായ ആത്മാവേ, നിന്റെ ബോഡിയിൽ നിന്നിട്ട് നിന്റെ ശരീരം നീ പുറത്തു വരണം. എവിടേക്കാണ് പുറത്തു വരുന്നത്? സൂറത്തുൽ വാഖിയിൽ പറഞ്ഞിട്ടുണ്ട്, ഫീ സിദ്രിൻ മഖ്ലൂദ് വത്വൽഹിം മംദൂദ് വമാഇം മസ്കൂബ്. മുള്ളില്ലാത്ത ബുഗരി പഴമുള്ള, അതേപോലെ വാഴയുള്ള, അതിന്റെ തല മുതൽ കാല് മുതൽ തല വരെ പഴമുള്ള ആ വാഴത്തോട്ടത്തിലേക്കും, അതേപോലെ വിശാലമായി നിങ്ങൾക്ക് അവിടുന്ന് പന്തല് പോലെ ഇട്ട തണലിലേക്കും, ഒമാഇം മസ്കൂബ്, എപ്പോഴും കുത്തിച്ചൊരിയുന്ന ആ പരിശുദ്ധമായിരിക്കുന്ന വെള്ളത്തിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് നിങ്ങൾ പുറത്തു വരൂ എന്ന് ആ ആത്മാവിനോട് പറയും. എന്നിട്ട് ഹബീബായ മുത്തുനബി പറയുന്നത്, ആ മനുഷ്യനുമായിട്ട് അസ്രായിൽ അലൈഹിസ്സലാം പെരുമാറുന്നത് വളരെ ബഹുമാനത്തോടെ, വളരെ ആദരവോടെ, ഇതുപോലെ ഒരു ബാപ്പ ചെറിയ മോനോട് പെരുമാറും പോലെ, ഒരു ബാപ്പ ചെറിയ കിടാവിനോട് പെരുമാറും പോലെ മലക്കാകുന്ന അസ്രായിൽ അലൈഹിസ്സലാം ആ റൂഹിനെ, ആ ആത്മാവിനെ ആദരിക്കും, ബഹുമാനിക്കും. എന്തേ? അന്നദാലിക റൂഹ, ആ ആത്മാവുണ്ടല്ലോ, ഹബീബുൻ ഇലാ റബ്ബിഹി കരീമുൻ അലല്ലാഹ്, അള്ളാഹു ഇഷ്ടം വെച്ച, റബ്ബിലേക്ക് ഇഷ്ടമുള്ള ആത്മാവാണ്, അള്ളാഹുവിലേക്ക് ആദരവുള്ള ആത്മാവാണ്. ആ ആത്മാവ് ആ അസ്രായിൽ അലൈഹിസ്സലാമിന്റെ ആ ആദരവ്, ആ മയം, ആ ബഹുമാനം കാണുമ്പോൾ ആത്മാവ് ചോദിക്കും, റിളല്ലാഹ്, അള്ളാഹുവിന്റെ റിളയാണ് എനിക്ക് വേണ്ടത്, അള്ളാഹുവിന്റെ പൊരുത്തമാണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് ഹബീബായ മുത്തുനബി പറയുന്നു, ഫസല്ല റൂഹു കമാ തസല്ലു ശഅറത മിനൽ അജീനി, ഒരു പിട്ടിലേക്ക്, ഒരു മാവിലേക്ക് അപ്പമുണ്ടാക്കാൻ, റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാവ് റെഡിയാക്കിയെങ്കിൽ അതിലൊരു മുടി വീണാൽ എത്ര സൂക്ഷ്മമായിട്ട് ആ മുടി ഞങ്ങൾ എടുക്കും. അതേപോലെ ആ മുഅ്മിനായ മനുഷ്യന്റെ ആ റൂഹിനെ പുറത്തെടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്നിട്ട് ഹബീബായ മുത്തുനബി പറയുന്നു, അതാ ആ റൂഹുണ്ടല്ലോ, ലതഖ്റുജു, ആ ബോഡി വിട്ട് പുറത്തു വരും, വൽ മലായികത്തു ഹൗലഹു, ആ ആത്മാ, ആ മനുഷ്യന്റെ ചുറ്റുഭാഗത്തുള്ള മലക്കുകൾ, യഖൂലൂന, അവർ പറയും, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. സൂറത്തുൽ നഹ്ൽ ആയത്താണ്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. ആ മരിപ്പിച്ച മലക്കുകളെ, അഥവാ അസ്രായിൽ അലൈഹിസ്സലാം കൂടെയുള്ള മലക്കുകൾ പറയും, ത്വയ്യിബീന, ഓ പരിശുദ്ധമായ ആത്മാവേ, യഖൂലൂന, അവർ പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്കാണ് അള്ളാഹുവിന്റെ സലാം, നിങ്ങൾക്കാണ് അള്ളാഹുവിന്റെ രക്ഷ. എന്നിട്ട് ഇനി വരാൻ പോകുന്ന ആയത്താണ് അവിടെ പറയുന്നത്, ഫഇമ്മാ ഇൻ കാന മിനൽ മുഖറബീന ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം. സൂറത്തുൽ വാഖിഅതുണ്ട്. ആ മലക്കുകൾ പറയും, ആ സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയാണ്. മുഖറബീങ്ങളെ മുഖറബീങ്ങൾ പെട്ട ആളാണെങ്കിൽ, ആ മരിച്ച ആത്മാവ് മുഖറബീങ്ങൾ പെട്ട ആളാണെങ്കിൽ, ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം, ആ മുഖറബീങ്ങളായ മലക്കുകൾക്ക് റൗഹും റൈഹാനും സ്വർഗവുമാണ്. അങ്ങനെ വിശാലമായിട്ട് പിന്നെയും ഹദീസ് പറയുന്നു, അങ്ങനെ ഫൈദാ ഖുബില മലക്കുൽ മൗതു റൂഹു, ആ മനുഷ്യന്റെ റൂഹിനെ, അഥവാ മുഅ്മിനായ ഞങ്ങളെ റൂഹിനെ മലക്ക് പൊടിച്ചാൽ, യഖൂലു റൂഹു ലിൽ ജസദി, അവസാനത്തെ ഒരു സംസാരം, അവസാനത്തെ ഒരു യാത്രയപ്പ് നമ്മളെ ബോഡിയോട്, നമ്മുടെ ആത്മാവ് പറയാനുണ്ട്. വയഖൂലു, ആ ആത്മാവ്, യഖൂലുൽ ജസദു വയഖൂലുൽ ജസദു വയഖൂലുർ റൂഹു, ആത്മാവ് പറയും, ലിൽ ജസദി, ഈ ബോഡിയോട്, ഈ തടിയോട് പറയും. എന്താണ് പറയുന്നത്?
ലഖദ് കുന്ത ബി സരിആ ലഖദ് കുന്തി ബി സരിആ ഇലാ ത്വഅത്തില്ലാഹ് ബത്തിഅൻ അൻ മഅസിയതി. ഓ ശരീരമേ, ഓ എന്റെ ബോഡിയേ, നീ എന്നെ അള്ളാഹുവിന്റെ ത്വാഅത്തിലേക്ക്, അള്ളാഹുവിനെ വഴിപ്പെടാൻ വേണ്ടി എന്നെ എല്ലാ നിലക്കും നീ പ്രേരിപ്പിച്ചു, ആ മാർഗത്തിലേക്ക് എന്നെ സഞ്ചരിപ്പിച്ചു. അതുകൊണ്ട് ഫഹനി അല്ലക്കൽ യൗം, ഇന്നത്തെ ദിവസം നിനക്ക് സ്വാഗതമാണ്. ഫഖദ് നജൗത, നീ രക്ഷപ്പെട്ടു. വഅൻജൈത, നീ രക്ഷപ്പെടുത്തുകയും ചെയ്തു. നീയും രക്ഷപ്പെട്ടു. ഈ ബോഡിയോട് ഞങ്ങൾ ആത്മാവ് പറയുന്ന വാക്കാണ് അവസാനത്തത്. ഫഖദ് നജൗത, നീയും രക്ഷപ്പെട്ടു. വഅൻജൈത, നീ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ വയഖൂലുൽ ജസദ് ലിർറൂഹി, നമ്മളെ ശരീരം റൂഹിനോട് പറയും മിസ്ല ദാലിക, അതുപോലെയുള്ള വാക്ക്. ഓ ആത്മാവേ, ഇത്രയും കൊല്ലം ഒരു ഡ്രൈവറായിട്ട് എന്റെ ബോഡിന്റെ ഉള്ളിൽ നീ പ്രവർത്തിച്ചു. നീ ഒരു ഡ്രൈവറായിട്ട് എന്നെ സഞ്ചരിപ്പിച്ചു. ആ സഞ്ചരിപ്പിക്കുന്ന സമയത്തൊക്കെ ഇബ്ലീസിന്റെ ചതിയിൽ പെടാതെ അള്ളാഹ് പൊരുത്തപ്പെട്ട വഴിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് നിനക്കും അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ, നിനക്കും സ്വാഗതമാണ് എന്ന് പറഞ്ഞ് ആ റൂഹും ഞങ്ങൾക്കുള്ള ബോഡിയും ശരീരം വേർപ്പെടുന്ന ഒരു സമയം. അപ്പോഴാണ് മുത്തനബി പറയുന്നത്, ആകാശ ലോകങ്ങൾ കരയും, ഭൂമി കരയും. ആകാശ ലോകത്തിന് ഞങ്ങൾക്ക് ഭക്ഷണം വരുന്ന, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്ന ഡോറുകളുണ്ട്. അതേപോലെ ഭൂമി ലോകത്ത് നാം ചെയ്യുന്ന ഇബാദത്തുകളെ ഉയർത്തപ്പെടുന്ന വാതിലുകളുണ്ട്. അത് മുഴുവനും കരയും. ഞങ്ങൾ നിസ്കരിച്ച ഈ പള്ളിയും കരയും. ഞങ്ങൾ നിസ്കരിച്ച ഖുർആൻ ഓതിയ ദിക്ർ ചൊല്ലി ഞങ്ങൾ വീട് കരയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോഴാണ് ഇബ്ലീസ് ഒരു ഭാഗത്ത് നിന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ ഹദീസിന്റെ ബാക്കി നാളെ പൂർത്തിയാക്കാം. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തങ്ങളുടെ ഈ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ആഖിറത്ത് നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പയുടെ, ഞങ്ങളെ ഭാര്യ മക്കളുടെ, ഞങ്ങളെ കുടുംബങ്ങളുടെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ, ഞങ്ങളുടെ സ്നേഹിതന്മാരുടെ, ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരുടെ അല്ലാഹുവേ, ഞങ്ങളെ കൂടെ നിസ്കരിച്ച എല്ലാ മുഅ്മിനീങ്ങളുടെ അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈമാൻ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറ